വചനമൊഴി ഒക്ടോബർ 13. വചനഭാഗം ഹെബ്രായർ 10:19-25, മത്തായിയുടെ സുവിശേഷം 18:10-14. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. കാരണം സ്വർഗത്തിൽ അവരുടെ മാലാഖമാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് വഴിതെറ്റിയതിനെ അവൻ അന്വേഷിച്ചു പോകുകയില്ലേ? അതിനെ കണ്ടെത്തിയാൽ വഴിതെറ്റിപ്പോകാത്ത 99 കുറിച്ച് എന്നതിനേക്കാൾ അതിനെക്കുറിച്ച് അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുക എന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ ഹിതമല്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പിതാവാണ്. എല്ലാവരെയും മക്കളായി കരുതുന്ന പിതാവാണ്. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്നത് സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതമല്ല. സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതം നിറവേറ്റുക, അതാണ് മനുഷ്യകുലത്തിന്റെ ദൗത്യം. ദൈവഹിതത്തോട് ചേർന്ന് തങ്ങളെ തന്നെ സമർപ്പിക്കുക. ഇപ്പോഴും നാം പ്രാർത്ഥിക്കുന്നതും സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റുവാൻ വേണ്ടിയാണ്. ദൈവഹിതം ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടുന്നത് മനുഷ്യരുടെ സഹകരണത്തോടു കൂടിയാണ്. ദൈവത്തിന്റെ വചനം തന്നെ മനുഷ്യനായി അവതരിച്ച പിതാവിന്റെ ഹിതം നിറവേറ്റുന്നത്. ഇന്നും ദൈവഹിതം നമ്മുടെ ഇടയിൽ നിറവേറ്റുവാൻ നമ്മുടെ സഹകരണം ആവശ്യമുണ്ട്. ദൈവഹിതത്തോട് സഹകരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്നതിലൂടെ ദൈവഹിതം നിറവേറ്റപ്പെടുകയാണ്. ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ, എല്ലാവരെയും ദൈവമക്കളെന്ന നിലയിൽ ഒന്നായി കാണുവാൻ നമുക്ക് സാധിക്കണം എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. ദൈവഹിതത്തോട് ചേർന്ന് ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ സാഹോദര്യത്തിലും സൗഹൃദത്തിലും സ്നേഹത്തിലും വസിക്കുവാനും വളർന്നു വരുവാനും നമുക്ക് സാധിക്കണം. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.